നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ആം ഡോക്ടർ ജുനൈദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം എക്സസൈസ് ആണോ മെഡിറ്റേഷൻ ആണോ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് മികച്ചത്. മാനസിക ആരോഗ്യം പല തലത്തിലുണ്ട്. ചില ആളുകൾക്ക് അവരുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ, മോട്ടിവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, ചില ആളുകൾക്കാണെങ്കിൽ ഈ ഫിയർ കുറക്കാൻ, അല്ലെങ്കിൽ ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ, ചില ആളുകളാണെങ്കിൽ അവരുടെ മെമ്മറി പവർ കൂട്ടാൻ, ലേണിംഗ് എബിലിറ്റി കൂട്ടാൻ, അങ്ങനെ പല തലത്തിലായിരിക്കും പല ആളുകളുടെയും മാനസിക ആരോഗ്യം എന്ന കൺസെപ്റ്റ്. അപ്പോൾ എക്സസൈസിൻ്റെ റോൾ ഇതിലെന്താണ്, മെഡിറ്റേഷൻ്റെ റോൾ എന്താണ്, നിങ്ങൾക്ക് എക്സസൈസ് ആണോ മികച്ചത് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കുന്നതായിരിക്കും. അപ്പം മെമ്മറി പവർ കൂട്ടുക, നമ്മുടെ ലേണിംഗ് എബിലിറ്റി കൂട്ടുക, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും നല്ലത്? എക്സസൈസിൽ വെച്ചിട്ട് നടന്നിട്ട് ഒരു പഠനം പറയുന്നത്, എക്സസൈസ് ചെയ്ത ആളുകളിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ സ്ട്രക്ചർ 2% അതിൻ്റെ വോളിയം കൂടി, അതിൻ്റെ വലുപ്പം കൂടി. ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ആ സ്ട്രക്ചർ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാൻ, ലേണിംഗ് എബിലിറ്റി കൂട്ടാൻ, അതുപോലെ നമുക്ക് ഇപ്പോൾ പഠിച്ച ചെറിയ ചെറിയ ഇൻഫർമേഷൻ വളരെ ദീർഘകാലത്തേക്ക് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ ഇതിനൊക്കെ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ മറ്റൊരു പഠനം, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ലീഡ്സ് ടു ഇൻക്രീസിങ് റീജിയണൽ ബ്രെയിൻ ഗ്രേ മാറ്റർ ഡെൻസിറ്റി. സോ ബ്രെയിനിൻ്റെ ഗ്രേ മാറ്ററിൻ്റെ ഡെൻസിറ്റി ഈ മൈൻഡ്ഫുൾ ടെക്നിക്കുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മെഡിറ്റേഷൻ ഒരു മൈൻഡ്ഫുൾനെസ് ടൈപ്പ് ടെക്നിക്കാണ്. അപ്പോൾ മെഡിറ്റേഷൻ പോലുള്ള മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ ചെയ്യുന്നത് വഴി ഈ പഠനത്തിൽ പറയുന്നത് ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് എബിലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗങ്ങളുടെ വലുപ്പം കൂടുന്നു എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം പ്രവൃത്തികളിൽ നമ്മുടെ ബ്രെയിന് കുറച്ചുകൂടി എബിലിറ്റി കൂടുതലായി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 തലത്തിലും രണ്ടും എക്സസൈസും മെഡിറ്റേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടണം, നിങ്ങളുടെ മൂഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, ഒന്ന് ഹാപ്പിനെസ് കൊണ്ടുവരണം ജീവിതത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. അത് മെഡിറ്റേഷനേക്കാളും ഒരു പടി കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഹാപ്പിനെസ്സും അതുപോലെ നിങ്ങളുടെ മൂഡ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാവർക്കും അതുപോലെ തന്നെ ആവണമെന്നില്ല. പ്രത്യേകിച്ചും ഡിപ്രഷൻ പോലെ പ്രശ്നങ്ങളൊക്കെ തോന്നുന്ന ആളുകൾക്ക് മെഡിറ്റേഷൻ എപ്പോഴും സൂട്ടബിൾ ആവുന്ന കാര്യമല്ല. ഏകാഗ്രതയിൽ ഇരുന്നു കൊണ്ടുള്ള അത്തരം പ്രാക്ടീസുകൾ പലപ്പോഴായിട്ട് ഡിപ്രഷൻ പോലെ സിംറ്റമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം നമ്മുടെ മൂഡ് എലിവേറ്റ് ആവാനും നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി എക്സസൈസ് ആ കാര്യത്തിൽ നല്ലതാണ്. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മറ്റൊരു ഗുണം കിട്ടുന്നുണ്ട്. ഇത് എക്സസൈസിൽ അത്രത്തോളം കിട്ടാത്തൊരു ഗുണം കൂടിയാണെന്ന് മനസ്സിലാക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ വറിയായി പോകുന്ന ഒരുപാട് ചിന്തകൾ നമ്മുടെ തലച്ചോറിൽ ഒരുപാട് വരുന്ന അവസ്ഥ, അതായത് ആങ്സൈറ്റി പോലുള്ള അവസ്ഥകളിൽ ഇതുപോലെയുള്ള പേടി, ഇടയ്ക്കിടയ്ക്ക് പേടി വരിക, വറിയാവുക, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല, ഇതുപോലെ ഒരുപാട് തോട്ടുകൾ വരുന്നത് കൊണ്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ടൈംലി നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ആളുകൾക്ക് വേണ്ടി മെഡിറ്റേഷൻ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഒരു പഠനം പറയുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളിൽ അവരുടെ അമിഗ്ഡല എന്ന് പറയുന്ന അവരുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൻ്റെ അളവ്, അതിൻ്റെ വലിപ്പം കുറയുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള അമിഗ്ഡലയുടെ സൈസ് കുറയുന്നു എന്നാണ്. സൈസ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുങ്ങിപ്പോവുക ഒന്നുമല്ല, ചെറിയ അളവിൽ അതിൻ്റെ സൈസ് ഇമാജിൻ ചെയ്യുമ്പോൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഭാഗം അത് നമ്മുടെ സ്ട്രെസ് റെസ്പോൺസായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ ഉണ്ടാവാനുള്ള നമ്മുടെ ഫിയർ ഇമോഷനൊക്കെ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ആക്ടിവിറ്റി കുറയുക, അതിൻ്റെ സൈസ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആങ്സൈറ്റി ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഓവർ തിങ്കിങ്, ഓവർ വറിയിങ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്.
അപ്പം ആങ്സൈറ്റി ലെവൽ കുറക്കുക, ഓവർ തിങ്കിങ് കുറക്കുക, ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ മെഡിറ്റേഷൻ ആയിരിക്കും ബെസ്റ്റ്. മെഡിറ്റേഷനും എക്സസൈസും മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പം, അതായത് സൈക്യാട്രിക് ഡിസീസുകൾ വരുമ്പം എക്സസൈസും മെഡിറ്റേഷനും ഒക്കെ പലതരത്തിൽ ഹെൽപ്ഫുൾ ആവാം. പക്ഷേ അത് മാത്രം ചെയ്തതുകൊണ്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്തു പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്യാട്രിക് സ്പെഷ്യലിസ്റ്റിൻ്റെ നിർദ്ദേശത്തോടു കൂടി എടുക്കുകയും അതോടൊപ്പം മെഡിറ്റേഷൻ ആണോ എക്സസൈസ് ആണോ അവർക്ക് കൃത്യമായതെന്ന് ഡോക്ടർ പരിശോധിച്ച് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് അത് ഫോളോ ചെയ്യുമ്പോൾ ആ തരത്തിലും ഇത് യൂസ്ഫുൾ ആവാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വീഡിയോയിലൂടെ സംസാരിച്ചത് വളരെ കോമൺ ആയിട്ടുള്ള ആളുകൾക്കുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് മൂഡ് ഇമ്പ്രൂവ് ചെയ്യണോ, നിങ്ങളുടെ എനർജി ലെവൽ കൂട്ടണോ, മോട്ടിവേഷൻ കൂട്ടണോ, എക്സസൈസ് ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്സൈറ്റി ലെവൽ കുറക്കണോ, ഓവർ തിങ്കിങ് വറിയിങ് ഒക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആയിരിക്കും ബെസ്റ്റ്. നിങ്ങളുടെ കോഗ്നിറ്റീവ് ലെവലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷനും എക്സസൈസും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഒരുമിച്ച് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മെഡിറ്റേഷന് മറ്റൊരു ഗുണം കൂടിയുള്ളത് നിങ്ങളുടെ ഫോക്കസ് എബിലിറ്റി കൂട്ടും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു വസ്തുവിലേക്ക് ഏകാഗ്രതയോടുകൂടി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാനും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്ത് ഒരുപാട് നേരത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും പറ്റും. ഈ ഒരു ഗുണം കൊണ്ട് തന്നെ ഇത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോഗ്നിറ്റീവ് ലെവൽ, മെമ്മറി ഇമ്പ്രൂവ്മെൻറ്റിന്, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവൊക്കെ നല്ല രീതിയിൽ കൂടും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് അടിക്കുക, വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അടുത്ത നല്ല കണ്ടൻ്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.